നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. മഹാകവി വള്ളത്തോളിൻ്റെ ചരമദിനത്തിൽ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. വള്ളത്തോളിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചനയും ഭദ്രദീപം തെളിയിക്കലും നടന്ന ചടങ്ങിൽ പ്രമുഖ കലാകാരൻ കലാമണ്ഡലം മുകുന്ദൻ രചിച്ച ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. മഹാകവിയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അമൂല്യമായ ഗ്രന്ഥശേഖരം കലാമണ്ഡലത്തിന് സമർപ്പിച്ചതും ചടങ്ങിന് മാറ്റുകൂട്ടി. വള്ളത്തോളിൻ്റെ ചരമദിനത്തോടനുബന്ധിച്ച് കലാമണ്ഡലം നിള ക്യാമ്പസിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ മഹാകവിയുടെ സമാധിയിൽ ഭദ്രദീപം തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയും അനുസ്മരണത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന ചടങ്ങിൽ കലാമണ്ഡലം കഥകളി വടക്കൻ കളരി മേധാവി കലാമണ്ഡലം മുകുന്ദൻ എഴുതിയ ഹസ്തലക്ഷ്മണ ദീപിക എന്ന പുസ്തകം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ പ്രകാശനം ചെയ്തു. നിള ക്യാമ്പസ് മുൻ ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരി പുസ്തകം ഏറ്റുവാങ്ങി. മഹാകവിയുടെ പേരമകൻ പരേതനായ ശശീന്ദ്രന്റെ സഹധർമ്മിണി സുധാ ശശീന്ദ്രൻ നൽകിയ വള്ളത്തോളിന്റെ 60 പുസ്തകങ്ങൾ ചടങ്ങിൽ കലാമണ്ഡലത്തിന് കൈമാറി. 30 ഇംഗ്ലീഷ് പുസ്തകങ്ങളും 30 മലയാളം പുസ്തകങ്ങളും അടങ്ങുന്ന ശേഖരം മഹാകവിയുടെ മറ്റൊരു പേരമകനും ഭരണസമിതി അംഗവുമായ രവീന്ദ്രനാഥ് വള്ളത്തോൾ വൈസ് ചാൻസലർക്ക് കൈമാറി. ചടങ്ങിൽ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠൻ, കലാമണ്ഡലം ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വള്ളത്തോളിന്റെ സങ്കല്പങ്ങളെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു ചടങ്ങിലെ ഓരോ നിമിഷവും. കലാമണ്ഡലത്തിൽ നിന്ന് ശേഷം അധ്യാപകരിൽ നിന്ന് ഇങ്ങനെയുള്ള തുടർന്നും ഇങ്ങനെയുള്ള ഉദ്യോഗങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഉണ്ടാകട്ടെ. അതേപോലെ തന്നെ ഇത് കലാമണ്ഡലം ഇതിൻ്റെ അക്കാഡമിക് കാര്യങ്ങളിത് മുതൽക്കൂട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.